നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ജമാഅത്തെ ഇസ്ലാമി അമീർ തന്നെ മതരാഷ്ട്രവാദത്തെ തള്ളിപ്പറഞ്ഞതാണ്. പിന്നെ പിന്തുണ സ്വീകരിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്നും ചോദിക്കുന്നു വി ഡി സതീശൻ. അദ്ദേഹം വീണ്ടും ക്ലാരിറ്റി വരുത്തി. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവർക്കില്ല എന്ന് അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പറഞ്ഞാലും 40 വർഷം 4 പതിറ്റാണ്ട് കാലം ഇതൊക്കെ ഉപേക്ഷിക്കാത്ത കാലത്ത്, ഈ വാദം അവർക്കുള്ള കാലത്ത് അവർ CPM-ന്റെ കൂടെ ആയിരുന്നു. അപ്പോൾ ഒന്നും ആർക്കും ഒരു കുഴപ്പമുണ്ടായില്ല. CPM-ന്റെ കൂടെ നിൽക്കുമ്പോൾ അവർ മതേതരവാദികൾ, CPM-നെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ വർഗീയവാദികൾ. ആ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അവർക്കിപ്പോൾ ക്ലാരിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവർ വളരെ വ്യക്തമായിട്ട് ഞങ്ങളുടെ നിലപാട് ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് ഉപേക്ഷിച്ച ആളുകളെ ഞങ്ങൾ പിന്തുണച്ച, അപ്പൊ നമ്മൾക്ക് ഒരു പിന്തുണ അവർ പ്രഖ്യാപിച്ച സമയത്താണ് ഇതെല്ലാം ഭയങ്കര കുഴപ്പമായത്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായുണ്ട്. ഷഹീദ്, സംശയത്തിന് ഇടയില്ലാത്ത തരത്തിൽ കൃത്യമായി തന്നെ നിലപാട് വിശദീകരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി സഖ്യം സഹകരണം എന്നത് രഹസ്യമായ സഹകരണം എന്ന നിലയിലൊക്കെ വലിയ ആക്ഷേപങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പരസ്യമായി തന്നെ പറയുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കും. മതരാഷ്ട്രവാദത്തെ ജമാഅത്തെ ഇസ്ലാമി തന്നെ തള്ളിപ്പറഞ്ഞാണ് പിന്നെ പിന്തുണ സ്വീകരിക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് അടക്കം നിലപാട് പരസ്യപ്പെടുത്തുകയാണല്ലോ. എന്താണ് ഇതിലൂടെയുള്ള രാഷ്ട്രീയമായ നീക്കം? രതീഷ്, തീർച്ചയായും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ കുറച്ച് വാർത്താ സമ്മേളനങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഈ രീതിയിൽ തന്നെ മറുപടി പറയുന്നുണ്ട്. അതായത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ സഹകരണവും അവരുടെ പിന്തുണ സ്വീകരിച്ചതും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരും എന്ന് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഈ പുതിയ യാത്ര അദ്ദേഹം കാസർഗോഡ് തുടങ്ങുമ്പോൾ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കി പറയുകയാണ്. അതായത് പിന്തുണ സ്വീകരിക്കും. ആ പിന്തുണ സ്വീകരിക്കുക എന്താണ് തെറ്റെന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതായത് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്ന് അവരുടെ അമീർ തന്നെ, സംഘടന അമീർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഇതിൽ തങ്ങൾക്ക് അക്കാര്യത്തിൽ ആശയക്കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു, ജമാഅത്തെ ഇസ്ലാമിന്റെ മറ്റു നേതാക്കന്മാർ അത് മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോഴും ഇസ്ലാമിക റിപ്പബ്ലിക് തുടങ്ങിയ ആശയങ്ങൾ അത് പിന്തുണയ്ക്കുന്ന രീതിയിൽ, അതിനെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള പ്രഭാഷണമൊക്കെ നടത്തുന്നുണ്ടെന്ന് അദ്ദേഹം നമ്മൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴും അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ടായിരുന്നു. അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്ന് അമീർ തന്നെ വ്യക്തമായി പറഞ്ഞതാണ്. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഇനി ആശയക്കുഴപ്പമൊന്നുമില്ല. ഒപ്പം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി ശക്തമായ മതരാഷ്ട്രവാദം ഉന്നയിച്ചിരുന്ന സമയത്ത് അവരുമായി പിന്തുണ തേടിയവരാണ്, അവരുമായി സഖ്യമുണ്ടാക്കിയവരാണ്. ആ സഖ്യം പരസ്യപ്പെടുത്തി വളരെ അഭിമാനത്തോടുകൂടി പറഞ്ഞവരാണ് CPM-ഉം ഇടതുപക്ഷവും എല്ലാം. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കാര്യത്തിൽ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോഴുള്ള ആവലാതി മാത്രമായി ഇതിനെ കാണാൻ കഴിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കോൺഗ്രസിന്റെയും UDF-ന്റെയും ഒക്കെ നിലപാട് വ്യക്തമാക്കുകയാണ് വി ഡി സതീശൻ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അപ്പോഴും വരുന്ന ചോദ്യം, സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ, KNM ഉൾപ്പെടെയുള്ള മുജാഹിദ് സംഘടനകളുമൊക്കെ ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെക്കുറിച്ച് വളരെ ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അതിനെ എതിർത്ത് അത്തരം ബന്ധം ഉപേക്ഷിക്കണമെന്ന് പരസ്യമായി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇക്കാര്യമൊക്കെ വിമർശനമൊക്കെ അന്തരീക്ഷത്തിൽ ഉണ്ടെങ്കിൽ കൂടി UDF ഈ പിന്തുണയും സഹകരണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നു.